ഓക്കെ, സോ ഇന്ന് നമ്മൾ ഒരു ബട്ടർവർത്ത് ഫിൽറ്റർ ഡിസൈൻ നോക്കാൻ പോകുന്നത്. അതായത് IIR ഫിൽറ്റർ ഡിസൈനിൽ ഒരു ടൈപ്പ് ഫിൽറ്ററാണ് ബട്ടർവർത്ത് ഫിൽറ്റർ. സോ നമുക്ക് രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ട്, ഒന്ന് ബട്ടർവർത്ത്, ഒന്ന് ചെബിഷേവ്. ബട്ടർവർത്ത് ഫിൽറ്റർ തന്നെ ഡിസൈൻ ചെയ്ത ഫിൽറ്ററിന് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനും ഇമ്പൾസ് ഇൻവേരിയൻസ് ട്രാൻസ്ഫോർമേഷൻ രണ്ട് മെത്തേഡ് വെച്ചിട്ട് നമ്മളതിനെ ഡിജിറ്റൽ ഫിൽറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ ആദ്യം ബട്ടർവർത്ത് ഫിൽറ്റർ അനലോഗ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യണം. എന്നിട്ട് അതിന് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പൾസ് ഇൻവേരിയൻസ് മെത്തേഡും യൂസ് ചെയ്യുക. സോ അതായത് ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ HOF എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ദെൻ ട്രാൻസ്ഫോം ഇറ്റ് ടു HOF ബൈ യൂസിങ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഇമ്പൾസ് ഇൻവേരിയൻസ്. സോ തന്നിരിക്കുന്ന ഡിജിറ്റൽ ഫിൽറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ ഇതൊക്കെയാണ്. ഫിൽറ്ററിൻ്റെ പാസ് ബാൻഡ് ഫ്രീക്വൻസി ബിറ്റ്വീൻ മാഗ്നിറ്റ്യൂഡ് 0.707-നും 1-ൻ്റെ ഇടയിലാണുള്ളത്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to π/2, അതായത് 0 to π/2 വരെ പാസ് ബാൻഡാണ്. അപ്പോൾ π/2 എന്ന് പറയുന്നതാണ് പാസ് ബാൻഡിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി, ω/p എന്ന് പറയുന്നത്. ഒരു ഐഡിയൽ ഫിൽറ്ററിൻ്റെ മാക്സിമം പീക്ക് എത്രയാണ്? 1 എന്നാണ് മാക്സിമം പീക്ക് എടുക്കുക. സോ ഒരു ഐഡിയൽ ലോ പാസ് ഫിൽറ്റർ, ഇവിടെ തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഇതൊരു ലോ പാസ് ഫിൽറ്ററാണ്. സോ ഒരു ലോ പാസ് ഫിൽറ്ററിന് എങ്ങനെ എടുക്കാം? ഇതാണൊരു ലോ പാസ് ഫിൽറ്റർ എങ്കിൽ ദിസ് ഇൻഡിക്കേറ്റ്സ് ദ മാഗ്നിറ്റ്യൂഡ്, ദറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽറ്ററാണ് വരച്ചിരിക്കുന്നത്. സപ്പോസ് ഇത് അനലോഗ് ഡൊമൈനിലാണെന്ന് എടുക്കുക. In terms of omega, so this value will be 1. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. പാസ് ബാൻഡ് അറ്റന്വേഷൻ എന്ന് പറയുന്നത് അനലോഗ് ഡൊമൈനിൽ ദിസ് ഇസ് ഗിവൺ ബൈ 1/√1 + എപ്സിലോൺ. (1/√1 + epsilon square). So this gives the attenuation alpha p in dB. So magnitude പറയുമ്പം 1 തൊട്ട് 1/√1 + epsilon square വരെയാണ്. ഇതിന് 20 log എടുത്ത് ഈ മാഗ്നിറ്റ്യൂഡ് 20 log എടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഡെസിബലിൽ കിട്ടുന്ന വാല്യൂ, ദാറ്റ് ഈസ് ആൽഫ പി. സോ അതുപോലെ സ്റ്റോപ്പ് ബാൻഡിലാണെങ്കിൽ എത്രയാണ് ഇവിടെ? 1/√1 + λ². സോ ഈ ഒരു മാഗ്നിറ്റ്യൂഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫ്രീക്വൻസിയാണ് ω/p എന്ന് പറയുന്ന അനലോഗ് ഡൊമൈനിലത്തെ പാസ് ബാൻഡ് ഫ്രീക്വൻസി. അതുപോലെ താഴെ കട്ട് ഓഫ് സ്റ്റോപ്പ് ബാൻഡിൻ്റെ ഫ്രീക്വൻസിയാണിത് ω/s. സോ ഇതിൻ്റെ ഇടയിലാണ് ട്രാൻസിഷൻ ബാൻഡ്. സോ ഇവിടുന്ന് 0 തൊട്ട് ω/p വരെ ദിസ് ഈസ് ദ പാസ് ബാൻഡ്. ω/p തൊട്ട് ω/s വരെ ട്രാൻസിഷൻ ബാൻഡും, ω/s തൊട്ട് അങ്ങോട്ട് സ്റ്റോപ്പ് ബാൻഡ്. സോ ഈ ഒരു അറ്റന്വേഷൻ ലെവൽ 1/√1 + λ², ഈ ഒരു ലെവൽ വരെ ഫ്രം 1 to ഈ ലെവൽ വരെ ഇതാണ് α/s എന്ന് പറയുന്ന സ്റ്റോപ്പ് ബാൻഡിൻ്റെ അറ്റന്വേഷൻ ഇൻ dB. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ആണ് തന്നിരിക്കുന്നത് 0.707-നും 1-ഉം. അതുപോലെ സ്റ്റോപ്പ് ബാൻഡിലാണെങ്കിൽ 0.2 ഫോർ ദ റേഞ്ച് 3π/4 to π. സോ അപ് ടു എ വാല്യൂ π വരെയാണ് ഇതെടുക്കുന്നത്. 0 to π-ൻ്റെ ഇടയിലാണ് ഫിൽറ്റർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സാമ്പിളിംഗ് ഫ്രീക്വൻസി, സാമ്പിളിംഗ് ടൈം പീരീഡ് തന്നിട്ടുണ്ട് t = 1 സെക്കൻഡ്. സോ ചില കേസിൽ ഫ്രീക്വൻസി ഇൻ ടേംസ് ഓഫ് ഹേർട്സ് ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ ഹേർട്സ് ആകുമ്പോൾ എന്ത് വേണം? 2πf എടുത്തിട്ട് അതിനെ ഒമേഗയിലേക്ക് കൺവേർട്ട് ചെയ്യണം, പാസ് ബാൻഡിൻ്റെ സ്റ്റോപ്പ് ബാൻഡിൻ്റെ. അതുപോലെ തന്നെ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്നിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ T എന്തായിരിക്കും? 1/ സാമ്പിളിംഗ് ഫ്രീക്വൻസി ചെയ്താൽ നമുക്ക് ക്യാപിറ്റൽ T എടുക്കാം. സോ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും കിട്ടുന്ന തന്നിരിക്കുന്ന ഡിജിറ്റൽ
ഡൊമൈനിലാണ് ഈ ഫ്രീക്വൻസി റേഞ്ച് തന്നിട്ടില്ല. സ്മോൾ ഒമേഗ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫ്രീക്വൻസിയാണ്. സോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അനലോഗിലാണ് ബട്ടർവർത്ത് ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ ഒമേഗേൻ്റെ ടേംസിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് പ്രീ വാർപ്പിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ ചെയ്യുക. ഇതിനെ പ്രീ വാർപ്പിംഗ് ചെയ്യുന്നത് ബൈലീനിയർ നമുക്കറിയാം, എന്താ പറയുക, അനലോഗ് ഫ്രീക്വൻസിയും ഡിജിറ്റൽ ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ലീനിയർ, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ച് വരെ അത് ലീനിയർ ആയിരിക്കും. ഫ്രീക്വൻസി ഹയർ വാല്യൂ പോവുകയാണെങ്കിൽ അത് അതിന് ലീനിയാരിറ്റി നഷ്ടപ്പെടും. ഇറ്റ് വിൽ ബിക്കം നോൺ ലീനിയർ. സോ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനിലത്തെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ആ ഫ്രീക്വൻസീനെ പ്രീ വാർപ്പിംഗ്, ആ വാർപ്പിംഗ് ഇഫക്റ്റ് കളയാൻ വേണ്ടി പ്രീ വാർപ്പിംഗ് ചെയ്തിട്ടാണ് ഡിസൈനിൽ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത്. സോ പ്രീ വാർപ്പിംഗ് ചെയ്യുമ്പം ഫോർമുല യൂസ് ചെയ്യുമ്പം വി നീഡ് ദിസ് സാമ്പിളിംഗ് ഫ്രീക്വൻസി ടി. സോ ഇൻ കേസ് സാമ്പിളിംഗ് ഫ്രീക്വൻസി തന്നിട്ടില്ലെങ്കിൽ, ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ, വി ക്യാൻ അസ്യൂം ദാറ്റ് ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. അപ്പോൾ ടി ഇത്രയാണെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ, ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഈക്വൽ ടു 1 സെക്കൻഡ് എന്ന അസംഷനിൽ ചെയ്യാം. സോ തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്? 1/1 പ്ലസ് എപ്സിലോൺ സ്ക്വയർ അണ്ടർ റൂട്ട്, ദിസ് ഈസ് ഗിവൺ 0.707. സോ ഇതിൽ നിന്ന് എപ്സിലോൺ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ സ്റ്റോപ്പ് ബാൻഡിന് 0.2 ആണ് തന്നിട്ടില്ലേ. സോ 1/√1 പ്ലസ് ലാംഡ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.2. കാൽക്കുലേറ്റ് ലാംഡ ഫ്രം ദിസ്. So this implies lambda is equal to 4.898. Then pass band frequency omega p is given pi/2 radian, and omega s is given 3 pi/4. So this is the omega p and omega s. Now ഇതിൻ്റെ പ്രീ വാർപ്പിംഗ് ചെയ്തിട്ട് അനലോഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. സോ വി ഹാവ് ടു ഫൈൻഡ് ക്യാപിറ്റൽ ഒമേഗ പി ആൻഡ് ക്യാപിറ്റൽ ഒമേഗ എസ്. സോ ഒമേഗ പി എത്രയാണ്? 2/t tan ഒമേഗ ഫസ്റ്റ് ഈ ഒരു റേഷ്യോ ഞാൻ ഇതിൽ തന്നെ എടുക്കാം. സോ ഒമേഗ എസ് ആദ്യം കണ്ടുപിടിക്കാം, ഒമേഗ പി രണ്ടാമത് എടുത്തു. 2/t tan ഒമേഗ എസ് ഡിവൈഡഡ് ബൈ ഒമേഗ എസ് ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 2. സോ ഇങ്ങനെയാണ് പ്രീ വാർപ്പിംഗ് ചെയ്യുക. സോ ടി ഈക്വൽ ടു 1 സെക്കൻഡ് തന്നിട്ടുണ്ട്. ടേക്ക് ദിസ് 2 ഇൻറ്റു tan ഒമേഗ എസ് എന്ന് പറയുന്നത് 3 pi/4. സോ 3 pi/4 ഇൻറ്റു 2, 3 pi/8. സോ ഇത് ചെയ്യുമ്പോൾ പൈനെ ഈ ആംഗിളിന് റേഡിയൻസിലുള്ള ഈ ആംഗിളിന് ഡിഗ്രീസിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ ടു ടേക്ക് 3 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, യു വിൽ ഗെറ്റ്സ് എ വാല്യൂ ഹിയർ. അതുപോലെ ഒമേഗ പിയും കണ്ടുപിടിക്കാം. 2/t tan ഒമേഗ പി t/2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു tan pi/4. സോ നമ്മൾ ഫിൽറ്ററിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനാണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ ഫിൽറ്റർ ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് വി നീഡ് ടു യൂസ് ദി റേഷ്യോ ഒമേഗ എസ് ബൈ ഒമേഗ പി. സോ ഒന്നിക്കൽ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ റേഷ്യോയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് തന്നെ ആ റേഷ്യോ എടുക്കാം. സോ ജസ്റ്റ് ഡിവൈഡ് ദീസ് ഇക്വേഷൻസ്. സോ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 2.414. സോ ബട്ടർവർത്ത് ഫിൽറ്ററിൽ ഫിൽറ്റർ ഓർഡർ കണ്ടുപിടിക്കാൻ എന്നിൻ്റെ ഇക്വേഷൻ എന്താണ്? n is given, n is greater than or equal to log lambda by epsilon divided by log omega s by omega p. So that means it is n is greater than or equal to log lambda 4.898 divided by 1 whole divided by log 2.414. ഇതിൻ്റെ ആൻസർ വരുന്നത്
1.803. So next highest value എടുക്കുക. So take n equal to 2. അടുത്ത സ്റ്റെപ്പ് കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. സോ കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെ ഫോർമുല ഒമേഗ സി. രണ്ട് ടൈപ്പ് ഫോർമുല ഉണ്ട്. ഒന്നിക്കൽ പാസ് ബാൻഡിൻ്റെ ടേംസിലെ ഫോർമുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ബാൻഡിൻ്റെ ടേംസിലെ ഫോർമുല യൂസ് ചെയ്യാം. സോ പാസ് ബാൻഡ് ടേംസിലെ ഫോർമുല യു ക്യാൻ യൂസ് ഒമേഗ പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ ടു ദ പവർ 1/n. So omega p divided by epsilon to the power 1/n. So ഇതേ ഇക്വേഷൻ വേറൊരു ടേംസിൽ എഴുതാറുണ്ട്. എപ്സിലോൺ എങ്ങനെ എഴുതാം? ഒമേഗ പി ഡിവൈഡഡ് ബൈ അണ്ടർ റൂട്ട് ഓഫ് 10⁻⁴ ആൽഫ പി മൈനസ് 1 ഹോൾ പവർ 1/n. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഡയറക്റ്റ് എപ്സിലോൺ തന്നെ തന്നിട്ടുണ്ട്. സോ എപ്സിലോണിൻ്റെ വാല്യൂ തന്നെ യൂസ് ചെയ്യാം. ഇൻ കേസ് ക്വസ്റ്റ്യനകത്ത് പാസ് ബാൻഡ് സ്റ്റോപ്പ് ബാൻഡും ഡി ബി ടേംസിലാണ് തന്നിട്ടില്ലെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഫോർമുല. ഈ ഫോർമുല വെച്ചിട്ട് ചെയ്യാം. ഒന്നിക്കൽ എപ്സിലോൺ കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഫോർമുലയിൽ ഡയറക്റ്റ് ആൽഫ പിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. സോ ഫോർ ടൈം ബീങ് വിൽ യൂസ് ദിസ് ഈക്വേഷൻ. Here the value will be omega p എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഇവിടെ നമുക്ക് എപ്സിലോൺ കിട്ടിയിരിക്കുന്നത് എന്താണ്? 1 എന്നാണ് എപ്സിലോണിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത്. സോ ഒമേഗ പി ഡിവൈഡഡ് ബൈ 1 മീൻസ് 1 to the power 1/n. So it will be equal to omega c is equal to omega p. അതായത് 2/t tan omega p into t by 2. So that's equal to 2 tan pi by 4 that is 2 radian per second. Tan 45 is 1, so that is 2 radian per second. സോ കട്ട് ഓഫ് ഫ്രീക്വൻസി കിട്ടി, ഓർഡറും കിട്ടി. സോ n equal to 2ൻ്റെ ഫോർ n equal to 2 ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ബട്ടർവർത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ n equal to 2 ആണ് കിട്ടിയത്. സോ സെക്കൻഡ് ഓർഡർ നോർമലൈസ്ഡ് Butterworth filter എന്താണ്? h of s is equal to 1/s² plus √2s plus 1. സോ കട്ട് ഓഫ് ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് ഒമേഗ സി ഈസ് ഈക്വൽ ടു 2 റേഡിയൻ പെർ സെക്കൻഡ്. സോ ഇനി എന്ത് വേണം? ലോ പാസ് ഫിൽറ്റർ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എച്ച് എ ഓഫ് എസ് അനലോഗ് ഫിൽറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് എ ഓഫ് എസ് എന്ന് പറയുന്നത്, ടു ഫൈൻഡ് എച്ച് എ ഓഫ് എസ് ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എസ് ടു എസ് ബൈ ഒമേഗ സി, അതായത് എസ് ബൈ 2 ഇൻ എച്ച് ഓഫ് എസ്. സോ ഇൻ കേസ് ഹൈ പാസ് ഫിൽറ്ററാണ് ഡിസൈൻ എങ്കിൽ എന്ത് ചെയ്യണം? ഒമേഗ സി ഡിവൈഡഡ് ബൈ എസ് എന്ന രീതിയിൽ നേരെ ഇൻവേഴ്സ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരിക. സോ ഹൈ പാസ് ഫിൽറ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഫിനിഷ് ആയിട്ട് നോക്കാം. സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് എ ഓഫ് എസ് എന്ന് പറഞ്ഞിട്ട് വിൽ ഗെറ്റ് 1/s/2 ഹോൾ സ്ക്വയർ പ്ലസ് √2 ഇൻറ്റു s/2 പ്ലസ് 1. സോ ദിസ് ഈസ് 4/s² പ്ലസ് 2.828 s plus 1. So Butterworth filter design complete, analog filter design complete. ഇനി എന്ത് വേണം? We have to use bilinear transformation. So bilinear transformation apply ചെയ്യുമ്പോൾ you have to find
h of z by using bilinear transformation. So h of z is equal to h of s at s is equal to 2 by t 1 minus z inverse divided by 1 plus z inverse. So t is equal to 1 second in തന്നിട്ടുണ്ട്. So we can write 2 into 1 minus z inverse divided by 1 plus z inverse. So ആ വാല്യൂ എസ്സിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. So that is 4 divided by s സ്ക്വയറിന് പകരം 2 into 1 minus z inverse by 1 plus z inverse whole square plus 2.828 2 into 1 minus z inverse by 1 plus z inverse plus 4. So ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ ഒരു ഡിനോമിനേറ്റർ ടേംസ് കോമൺ എടുത്തിട്ട് അതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാം. വിൽ ഗെറ്റ് 4 into 1 plus z inverse whole square whole divided by 4 into 1 minus z inverse square plus 5.656 into 1 minus z inverse square plus 4 into 1 plus z inverse whole square. So ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ ഇതിന് 0.2929 into 1 plus z inverse whole square divided by denominatorൽ 1 plus 0.1716 z power minus 2. So denominatorൽ ഒരു 1 plus some constant into z power minus 1 plus some constant into z power minus 2 എന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ റിയലൈസേഷൻ വരയ്ക്കുമ്പോൾ സിമ്പിളായിരിക്കും. സോ റിയലൈസേഷൻ പ്രോബ്ലം യൂഷ്വലി നിങ്ങൾ KT യൂണിവേഴ്സിറ്റിക്ക് ഇതിൽ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ബിക്കോസ് റിയലൈസേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നതാണ്. ബട്ടർവർത്ത് ഫിൽറ്റർ ഡിസൈൻ തേർഡ് മോഡ്യൂളിൽ വരുന്നതാണ്. ആക്ച്വലി ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ, ഒരു ഫിൽറ്റർ ഡിസൈൻ പ്രൊസീജിയർ ഇങ്ങനെയാണ്. അനലോഗ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യും. അതിന് ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് വെച്ചിട്ട് h of z കണ്ടുപിടിക്കും. അതിൻ്റെ റിയലൈസേഷൻ ചെയ്യാം. അപ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് ഡിസൈനും അനാലിസിസും കംപ്ലീറ്റ് ആവുന്നത്. സോ നിങ്ങൾക്ക് ഓൾറെഡി റിയലൈസേഷൻ സെക്കൻഡ് മോഡ്യൂളിൽ ഫസ്റ്റ് എടുത്തു കഴിഞ്ഞു. സോ തേർഡ് മോഡ്യൂളിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സെക്കൻഡ് മോഡ്യൂൾ മിക്സപ്പ് ആക്കാറില്ല സാധാരണ. സോ ഇവിടെ ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഇതിനെ ഒരു റിയലൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് വരക്കാം. ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ മോഡലിൽ സിമ്പിളായിട്ട് വരക്കാൻ പറ്റുന്ന റിയലൈസേഷൻ ഡയറക്റ്റ് ഫോം 2 ആണ്. IIR ഫിൽറ്ററിൻ്റെ ഡയറക്റ്റ് ഫോം 2 വെച്ചിട്ട് ഇതിനെ റിയലൈസ് ചെയ്യാം. സോ ഒരു ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ വരക്കുകയാണെങ്കിൽ there is an h of n z power minus 2 വരെ പോകുന്നുണ്ടല്ലോ. So one delay block for z power minus 1, next block for z power minus 2. So denominator coefficient z power minus 1 ഒന്നും വരുന്നില്ല. minus 2ൽ 0.1716. So minus 2 ഒന്ന് ഡയറക്റ്റ് h of n-ലേക്ക് എടുക്കാം. And it will be minus 0.1716 because ക്വസ്റ്റ്യൻ്റെ ഇവിടെ പ്ലസ് ആണ്. സോ കോഎഫിഷ്യൻസ് ഡിനോമിനേറ്ററിലെ കോഎഫിഷ്യൻസ് ഇതിൽ വരയ്ക്കുമ്പോൾ മൈനസ് എടുക്കാം. 1 പ്ലസ് ആയതുകൊണ്ട് ഇവിടെ 1 തന്നെ. ഇനി ന്യൂമറേറ്ററിൽ y ഔട്ട്പുട്ട് സൈഡിലേക്ക്. സോ ഇത് a plus b ഹോൾ സ്ക്വയർ ഫോമിൽ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അതിൽ ഒരു ടേം 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ കോൺസ്റ്റൻ്റോട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 0.2929 വരും അവിടെ. 2 into 0.2929 will be the second term. So ജസ്റ്റ് ഇങ്ങനെ എഴുതാം. 0.2929 1 square plus 2 into z inverse. 2 into 0.2929 into z inverse. അപ്പോൾ 0.5858 into z inverse plus z power minus 2 into 0.2929 whole divided by 1 plus 0.1716 z power minus 2. So
സെഡ് ഇൻവേഴ്സ് വരുന്ന ന്യൂമറേറ്റർ ടേം 0.5858 സെഡ് പവർ -2 എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് ഇൻറ്റു സെഡ് പവർ -2. ജസ്റ്റ് ആ ന്യൂമറേറ്റർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി. 0.2929. സോ ദിസ് ഇസ് y of n. സോ ഒരു ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ കൂടെ വരച്ചാൽ ക്വസ്റ്റ്യൻ എ പാർട്ട് കംപ്ലീറ്റ് ആയി. സോ അതിന് ബി പാർട്ടുള്ളത് ഇമ്പൾസ് ഇൻവേരിയൻസ് മെത്തേഡാണ്.